കഴിഞ്ഞകാല ചരിത്രത്തിന്റെ സാക്ഷിയായി മാറുകയാണ് കാസർഗോഡ് നീലേശ്വരത്തെ ഫ്രഞ്ച് നിർമ്മിത പീരങ്കി. കാരിമൂല പി രവിയുടെ ആലയിലാണ് ചരിത്ര പ്രാധാന്യമുള്ള പീരങ്കി നിലവിലുള്ളത്. കണ്ടെത്തിയ ചരിത്രശേഷിപ്പുകൾ നീലേശ്വരം രാജവംശത്തിന്റെ പ്രാധാന്യം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. ജൂൺ 22 നീലേശ്വരത്തെ മൂന്നാംകൂർ രാജാവിന്റെ അനന്തരവൻ ഫ്രഞ്ച് സേനയെ പാലായിൽ വെച്ച് പരാജയപ്പെടുത്തിയപ്പോൾ അന്നവിടെ ഉപേക്ഷിച്ച ഫ്രഞ്ച് സൈന്യത്തിന്റെ പീരങ്കിയാണിത്. മൂളിക്കുളത്തിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വർഷങ്ങളോളം കിടന്ന പീരങ്കി 80 വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യമായി കൊല്ലപ്പണിയെടുക്കുന്ന പി രവിയുടെ മുൻ തലമുറക്കാർക്ക് ആലയിൽ ഉപയോഗിക്കുന്നതിനായി നാടുവഴി നൽകിയെന്നാണ് കരുതുന്നത്. എത്രയോ വർഷം മുമ്പ് തന്നെ ഇത് ആടെ എത്തിച്ചെന്നാണ് പറയുന്നത്. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്വത്താണ്. അച്ഛൻ്റെ അറിയില്ല, എത്രയോ വർഷം മുമ്പ് സ്ഥാനം ഉണ്ടാകുന്ന മുതലേ സംരക്ഷണം വരുന്നതാണ്. അത് നമ്മൾ ഇപ്പോഴും പഴയത്തുകൊണ്ടും സംരക്ഷണം കൊണ്ടും ഇപ്പോൾ വരുന്നുണ്ട്. നീലേശ്വരത്തെ കോട്ട ശൃംഖലയുടെ വടക്കേ അറ്റത്ത് 8 നിരീക്ഷണ കേന്ദ്രങ്ങളോടുകൂടിയ കോട്ട കാനറീസിൽ നിന്ന് 1752 ജനുവരി 23 ഫ്രഞ്ച് സൈന്യം പിടിച്ചടക്കി. മട്ടലായി കോട്ട പിടിച്ചാൽ നീലേശ്വരത്തിന്റെ അധികാരികളാകാമെന്ന ചിന്തയിലാണ് ശക്തമായ ഏറ്റുമുട്ടലിലൂടെയും രക്തച്ചൊരിച്ചിലൂടെയും മട്ടലായി കോട്ട പിടിച്ചടക്കിയത്. പിന്നീടാണ് ഫ്രഞ്ച് സേനയെ നീലേശ്വരം രാജവംശത്തിലെ മൂന്നാംകൂർ രാജാവിന്റെ സൈന്യം പരാജയപ്പെടുത്തിയത്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടതെന്നത് കർണാട്ടിക് യുദ്ധത്തിൽ നീലേശ്വരം പ്രദേശവും പങ്കാളികളായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. വടക്കലായിട്ട് ഉപയോഗിക്കുന്നത് പീരങ്കിയാണ് എന്നുള്ള തിരിച്ചറിവ് അതിലൂടെ ലഭ്യമാകുന്നത് നീലേശ്വരം എന്ന ഒരു പ്രദേശത്തിൻ്റെ രാജവംശത്തിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമായുള്ള പോരാട്ടവുമെല്ലാമാണ്. ആലയിലെ പീരങ്കി കഴിഞ്ഞ കാലത്തിന്റെ അടയാളപ്പെടുത്തൽ മാത്രമല്ല, ചരിത്ര പഠനത്തിലെ വസ്തുതാപരമായ അടയാളപ്പെടുത്തലാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.